LDF വികസന ജാഥയ്ക്ക് രണ്ടാം ദിവസവും പാലക്കാട് ജില്ലയിൽ വൻ സ്വീകരണം. പാലക്കാട് കോട്ടമൈതാനത്ത് 10,000 അണിനിരുന്ന സമ്മേളനം പാലക്കാട് നഗരത്തെ ചുവപ്പണിയിച്ചു. നാളെ 4 നിയോജക മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുന്ന ജാഥ തരൂർ നിയോജക മണ്ഡലത്തിലെ സ്വീകരണത്തോടെ സമാപിക്കും. ജില്ലയിൽ പര്യടനം നടത്തിയ LDF വടക്കൻ മേഖലാ ജാഥയ്ക്ക് വീരോചിതമായ സ്വീകരണം. രാവിലെ ഒറ്റപ്പാലം നഗരത്തെ ഇളക്കി മറിച്ചുകൊണ്ട് ജാഥ പര്യടനം ആരംഭിച്ചു. പാർട്ടി കോട്ടയായി അറിയപ്പെടുന്ന മണ്ണാർക്കാട്, കോങ്ങാട് മണ്ഡലങ്ങളിലും ജാഥയ്ക്ക് വൻ സ്വീകരണമാണ് ലഭിച്ചത്. എല്ലാ മേഖലയിലും 1ാം സ്ഥാനത്തെത്തിയ കേരളത്തിന്റെ വികസനത്തെ പിന്നോട്ടടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് വികസന ജാഥ ക്യാപ്റ്റൻ MV ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു. കേരളത്തിന്റെ റോഡ്, പാലം, സ്കൂള്, ആശുപത്രി, തുരങ്കപ്പാത, നാഷണൽ ഹൈവേ എല്ലാം കൂടി ചേർന്ന് കേരളത്തിൽ ലോകോത്തരമായ പശ്ചാത്തല സൗകര്യം ഉണ്ടായി. ഇതൊന്നും വേണ്ടെന്ന് പറയാൻ ലീഗിനോ കോൺഗ്രസിനോ ധൈര്യം ഉണ്ടാവും. ഞങ്ങളെന്തോ വീണ്ടെടുക്കുമ്പോൾ എന്ത് വീണ്ടെടുക്കേ? എന്താ നിങ്ങൾ വീണ്ടെടുക്കുക? കേരളത്തെ 1ാം സ്ഥാനത്തേക്ക് കൊണ്ടുപോയി. ഏത് സ്ഥാനത്ത് പറ? ഇന്നതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞില്ല. ഇതുവരെ UDF പറയാനില്ല. ഒരു വികസന പ്രവർത്തനവും നിങ്ങളില്ലാതെ നിങ്ങൾ മൈനസായ വികസന പ്രവർത്തനം കേരളത്തിൽ ഈ 10 കൊല്ലക്കാലം നടന്നത്. അത് ലോകോത്തരമാണ് താനും. ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയും, ഇതെല്ലാം കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. നാളെ വടക്കൻ മേഖലാ ജാഥ സമാപിക്കും. രാവിലെ നെന്മാറ, ചിറ്റൂർ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും. ആലത്തൂർ മണ്ഡലത്തിനു ശേഷം വൈകുന്നേരത്തോടെ തരൂർ മണ്ഡലത്തിൽ വടക്കൻ മേഖല പൂർത്തിയാകും. കൈരളി ന്യൂസ്, പാലക്കാട്.